ഹായ് ഹലോ നമസ്കാരം, ഷാനു ആണ്. ഇന്നലെ എല്ലാവരും കണ്ടു കാണും പോക്കറ്റിലിരിക്കുന്ന പൈസ കൊടുത്ത് തെറി വാങ്ങിക്കൂട്ടിയ കുറച്ച് ആൾക്കാർ. ഒരുപാട് ആൾക്കാർ കണ്ടു എന്ന് തോന്നുന്നു. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ബിസിനസ്സുകാരെ എന്തിനാ തെണ്ടിന്ന് വിളിക്കുന്നത്? നിങ്ങൾ 1 മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തില്ല. ബിസിനസ്സുകാരെ തെണ്ടി എന്ന് പറയാൻ ഞങ്ങളൊക്കെ ബിസിനസ്സുകാരാ. ഇത്രയോ ജാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട്. കാരണം 1 മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ. ഇതിവിടെ പറഞ്ഞങ്ങ് തീർന്നാ തീർന്നു. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യും. അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും. എടോ തന്നെ വിളിച്ചോ ഞാൻ. ശരി ശരി ശരി. 1.5 മണിക്കൂർ ഇയാൾ പൈസ വാങ്ങി നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് പ്രതികരിക്കേണ്ടപ്പോഴാണ്. കോഴിക്കോട്ടാണ് അങ്ങനത്തെ അടിച്ചിട്ട് ഇനി പുള്ളിക്കാരനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. അതായത് പുള്ളിയുടെ പേര് കിങ് മേക്കർ അനിൽ ബാലചന്ദ്രൻ എന്നാണ്. പുള്ളിക്കാരൻ എല്ലാവരെയും കിങ് ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിന് അദ്ദേഹം മേടിക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിന് അദ്ദേഹം മേടിക്കുന്ന പൈസ ഏകദേശം 4 ലക്ഷം രൂപയോളമാണ്. ഇന്നലെ ഈ 4 ലക്ഷം രൂപയോളം കൊടുത്തിട്ട് ഇത്രയും ആൾക്കാർ, നിങ്ങൾ ഈ കണ്ട ഇത്രത്തോളം ആൾക്കാർ ആ സ്റ്റേജിന്റെ മുന്നിൽ വന്ന് കാത്തിരിക്കുകയാണ്. ഒരു 1.5 മണിക്കൂറോളം അദ്ദേഹം വന്നിട്ടില്ല. ആ 1.5 മണിക്കൂർ അദ്ദേഹം മാറി നിന്നിട്ടാണ് ഈ പ്രോഗ്രാമിലേക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഒരു ദേഷ്യമൊക്കെ അവർക്കുണ്ട്. പക്ഷെ സത്യത്തില് ഈ കിങ് മേക്കർ അദ്ദേഹം ഒരു പണി പാളിപ്പോയി. അദ്ദേഹം സത്യത്തിൽ വിചാരിച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു 1.5 മണിക്കൂർ ഞാൻ മാറി നിന്നാലും നിങ്ങൾ എന്റെ പുറകെ വരും. കാരണം നിങ്ങൾ എനിക്ക് തന്ന പൈസയുടെ വാല്യൂ അത്രത്തോളം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മുടക്കുന്ന പൈസ നിങ്ങൾ കസ്റ്റമറിന്റെ പുറകിൽ പോയിട്ട് ഇങ്ങനെ കരഞ്ഞ് കാല് പിടിച്ച് വാങ്ങിക്കാതെ ആ പൈസക്ക് ഒരു വാല്യൂ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലേക്ക് ഒരു കണ്ടന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ 1.5 മണിക്കൂർ മാറി നിന്നത്. പക്ഷെ നമ്മുടെ നാട്ടുകാരല്ലേ, ഒരു 1.5 മണിക്കൂർ മാറി നിന്നതും കൂടാതെ അവിടെ വന്നിട്ട് പച്ചയ്ക്ക് ഈ പൈസ വാങ്ങിക്കാൻ നീക്ക തെണ്ടിത്തരല്ലേ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേ നിർത്തിക്കാം, പൊക്കോളാൻ പറഞ്ഞു ക്ലാസ്. ഇതിനുള്ള സ്കില്ലില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ പുറകെ നടന്ന് തെണ്ടുന്ന നാണമില്ലയോടെ നിനക്കൊക്കെ. ഇത് ഇദ്ദേഹത്തിന്റെ ക്ലാസ് വളരെ രസമുള്ള കാര്യമാണ്. പല ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്. ആൾക്കാരെ കൊണ്ട് കൈയടിപ്പിക്കും, ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട്. ഒരു കൈയടിപ്പിക്കും, നിങ്ങൾ കൈയടിച്ച് നോക്കും ഒരു എനർജി കിട്ടുന്നുണ്ടോന്ന്. എന്നിട്ട് തുള്ളും, അദ്ദേഹം ഇരുന്ന് തുള്ളും. അപ്പൊ ആൾക്കാരും തുള്ളും കൂടെ. നിങ്ങൾ തുള്ളണ്ട, ഈ തുള്ളുന്നോണ്ട് എനിക്ക് എനർജി കിട്ടും തുറന്ന്. സത്യത്തില് ആ നിൽക്കുന്ന ആൾക്കാരൊക്കെ പൈസ കൊടുക്കുന്നതോടെ അയാൾക്കൊരു എനർജി ആയി. പിടിച്ചേ സ്പീഡിൽ അടിക്കണം, പക്ഷെ കൈ നമ്മളീ കൂട്ടിമുട്ടരുത്. ഇതായിരിക്കണം, കൈ നമ്മളീ കൂട്ടിമുട്ടരുത്. അടി അട്ടി 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 വരട്ടെ വരട്ടെ. ഒരു എനർജി അതിൻ്റെ ഇടയ്ക്ക് കിടന്ന് കളിക്കുന്നുണ്ടോ? ഒന്ന് നിർത്തിക്ക്. ഒരു സാധനം കാലേന്ന് പെരുത്ത് കയറിയത് കണ്ടോ? കാണുന്നുണ്ടോ? കിട്ടിയോ? അത് കിട്ടാത്തവരൊന്നുകൂടെ പിടിച്ച് പിടി 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 അട്ടി 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 അട്ടി. പറഞ്ഞോ ദീപു, പിടിപ്പിച്ചോ. ഇതിന്റെ പേരാണ് പവർ മൂവ്. എന്താണ് പവർ മൂവ്? മാത്രം അറിഞ്ഞാ പോരാ, മൊത്തം ബോഡി അല്ലെ, നാടീ ഞരമ്പുകൾ വരിഞ്ഞു മുറുകണം എന്ന് പറഞ്ഞ പോലെ മുറുകട്ടെ. സ്റ്റോപ്പ്. സീ ദ ഡിഫറൻസ്. എന്തെങ്കിലും വരുന്നുണ്ടോ? ഇപ്പൊ ആന കുത്താൻ വന്നാലും നമ്മൾ ഒരു കൈ പിടിച്ച് നിൽക്കും. ദിസ് ഈസ് പവർ മൂവ്. അപ്പം ഇത് പലർക്കും പലതാണ്. ചിലർ ഇങ്ങനെ ഒന്ന് ആക്കിക്ക്, ചിലർക്ക് ഇതായിരിക്കും. ചിലർ ഈ കൈ ഇങ്ങനെ, നമുക്കിപ്പോൾ നമ്മൾ ഒരിടത്ത് നിൽക്കുകയാണ് അല്ലെ ഇരിക്കുകയാണ്, നമുക്ക് ഇതൊന്നും കാണിക്കാൻ പറ്റില്ല. അവർ പറയും ഏതടാ അവൻ എന്ന് പറയും. നമ്മൾ ഈ കൈ ഒന്ന് പുറയിലോട്ട് വെച്ച് ഇതാ ഇങ്ങനെ വെച്ചിട്ട് ദാണ്ട് ഈ കൈ രണ്ടുകൂടെ ഒന്ന് മുറുക്കെ ഒന്ന് പ്രസ് ചെയ്ത്, നമ്മുടെ ഞരമ്പെല്ലാം ഒന്ന് വഴിഞ്ഞിട്ട് ഒന്ന് മുറുക്കെ ഒന്ന് പ്രസ് ചെയ്ത്. ഇതാണ് എനർജി. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കാൻ പറ്റും. എനർജി ഈക്വൽസ് കോൺഫിഡൻസ്.
കിങ് മേക്കർ അനിൽ ബാലചന്ദ്രൻ എന്ന പേരെങ്കിലും ഇത്രത്തോളം ആൾക്കാർ പൈസ കൊടുത്തിട്ട് അയാൾ ഇപ്പോൾ ഒരു നാട്ടിലെ ചെറിയ അറിയപ്പെടുന്ന ഒരു കിങ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടിവേഷൻ വേണമെന്ന് കരുതിയിട്ട് ബിസിനസ്സിലേക്ക് എന്തെങ്കിലുമൊക്കെ തന്ത്രങ്ങൾ കിട്ടുമെന്നൊക്കെ കരുതിയിട്ട് ഇതുപോലെ പൈസ കൊടുത്ത് പോകുന്ന ആൾക്കാർ ഇതുപോലിരിക്കുന്നവന്റെ വായിലിരിക്കുന്ന തെറിയുടെ കേട്ട് മോട്ടിവേറ്റ് ആവേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. നാണമില്ലയോടാ നിനക്കൊക്കെ.